കുട്ടേടത്തിയുണ്ട്. അപ്പുണ്ണിയുമായി സംസാരിക്കുന്നു. വടക്കേ വീട്ടുകാരുടെ മുറ്റത്തുള്ള ചെറിയ വീട്ടിലെ തള്ളയുടെ മകനാണ് അപ്പുണ്ണി. എനിക്കവനെ കണ്ടുകൂടാ. മുഖത്ത് നോക്കാൻ വയ്യ. ഒരു കണ്ണ് ചത്ത മീൻ പൊന്തിയ പോലെയാണ്. അവൻ കൽപ്പണിക്കാരനാണ്. മണ്ണിന്റെ നിറമുള്ള മുണ്ട് ഉടുത്തുകൊണ്ടേ അവനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അടുത്തെത്തിയപ്പോൾ അപ്പുണ്ണി ധൃതിയിൽ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു. കുട്ടേടത്തി അരിശത്തോടെ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? കുട്ടേടത്തി എന്തിനാ പോന്നേ? നിന്റെ തന്തയുടെ പിണ്ണം വെക്കാൻ. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്നോട് വേണ്ടാത്തത് പറഞ്ഞില്ലേ? കുട്ടേടത്തിക്ക് അത് മനസ്സിലായി. കരയണ്ട, കുട്ടേടത്തി വെറുതെ പറഞ്ഞതല്ലേ. മോൻ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഞാൻ പറയും, തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയും. എൻ്റെ തന്തയ്ക്കല്ലേ വിളിച്ചത്. അതല്ല മോൻ, മറ്റേത് പറയരുത്. എന്ത് പറയണ്? അതേ, ആ അപ്പുണ്ണിയോട് വർത്താനം പറഞ്ഞത് പറയോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. കുട്ടേടത്തി ഉച്ചയ്ക്ക് പാമ്പിൻ കാവിൻ്റെ പിറകിൽ നിന്ന് അപ്പുണ്ണിയോട് സംസാരിക്കുന്നത് പിന്നെയും പലപ്പോഴും കണ്ടു. ഒരു ദിവസം കുട്ടേടത്തി പറയുകയാണ് അപ്പുണ്ണി നല്ല ആളാണെന്ന്. കുട്ടേടത്തിക്ക് കുപ്പിവള കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സോപ്പ് പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പറയൂ? പറയില്ല. നിനക്ക് ഞാൻ റബ്ബർ പന്ത് കൊണ്ടുവന്ന് തരണ്ട്. എവിടുന്നാ കുട്ടേടത്തിക്ക് പന്ത്? ഞാൻ കൊണ്ടുവരാൻ പറയണ്ട്. ആരോട്? അതൊക്കെ ഉണ്ട്.